ഹലോ ഗൈസ്, ഇന്ന് ചെറിയൊരു ടെമ്പിൾ വിസിറ്റ് ആണ്. ടെമ്പിൾ ഏതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കുമാരകോവിൽ. പോണ വഴിക്ക് ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകതരം എനർജിയാണ് ബോഡിയിലും മനസ്സിലും. മനസ്സിൽ എന്തെങ്കിലും പേടിയോ സങ്കടമോ വരുമ്പോൾ ആദ്യം വിളിക്കുന്ന പേരാണ് മുരുകനെ കാണാൻ പോകും മുന്നേ മുരുകന്റെ ജ്യേഷ്ഠൻ ഗണപതിയാണ് ആദ്യം കാണേണ്ടത്. ഗണപതി കാണും മുന്നേ ഇവിടുത്തെ അമ്പലക്കുളത്തിൽ കാല് കഴുകണം. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇവിടെ എപ്പോൾ വന്നാലും എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റോ കാണാൻ പറ്റും. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മയും അനിയനുമാണ്. ഇവിടെ പുറത്ത് അർച്ചന തട്ട് കിട്ടും. ഞങ്ങൾ അർച്ചന തട്ടും വാങ്ങിച്ച് മുരുകനെ കാണാൻ വേണ്ടി പോകാൻ തയ്യാറായി. ശരിക്കും ഇവിടെ എത്ര പടികളുണ്ടെന്ന് ഇതുവരെ എണ്ണീട്ടില്ല. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എണ്ണണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ അർച്ചനയുടെ രസീത് എടുത്ത് പോവുകയാണ്. മുരുകനെ കാണാൻ ഇച്ചിരി ക്യൂ നിൽക്കേണ്ടി വന്നു. കണ്ട് അർച്ചനയും കൊടുത്ത് പ്രസാദം വാങ്ങി പുറത്തിറങ്ങി. ഇനി പിന്നെ കാണാം എന്ന യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത മേലാങ്കോട് പോവാൻ തയ്യാറായി. ചെറുപ്പം തൊട്ടേ കുമാരകോവിൽ പോയാൽ അത് കഴിഞ്ഞ് മേലാങ്കോട് പോകുന്നതാണ് പതിവ്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് മേലാങ്കോട് ഏശക്കിയമ്മൻ ക്ഷേത്രത്തിലും പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്കാണ്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. പോണ വഴിയിൽ എന്തെങ്കിലും കഴിക്കാമെന്നാണ് ഞാനും അമ്മയും അനിയനും പ്ലാൻ ചെയ്തത്. പോകുന്ന വഴിയിൽ ഒരു കരിക്ക് കട ഉണ്ടായിരുന്നു. കരിക്കും നൊങ്കുമാണ് ഇവിടുത്തെ മെയിൻ. ഇനി കുറച്ച് ഇളനീർ സേവിച്ചിട്ടാവാം അടുത്ത യാത്ര എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇളനീരിൽ തന്നെ 3-4 കാറ്റഗറി ഉണ്ടെന്ന് ഈ മാമൻ പറഞ്ഞു. അതിൽ മധുരം കൂടിയ കാറ്റഗറിയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഏത് കാറ്റഗറി ആയാലും റേറ്റ് സെയിം ആണ്. അപ്പോൾ മധുരം കൂടിയത് തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഏത് കാര്യവും സ്ഥിരമായിട്ട് ചെയ്താൽ നമ്മളതിൽ എക്സ്പെർട്ട് ആവും. കണ്ടില്ലേ പുള്ളിയുടെ കരിക്ക് വെട്ടിൻ്റെ സ്പീഡ്. ഇടയ്ക്ക് ആലോചിച്ചു, കരിക്ക് കട തുടങ്ങിയാലോ എന്ന്. പിന്നെ കത്തി കൊണ്ടുള്ള കളിയല്ല, അത് ആലോചിക്കുമ്പോഴേ പേടി. കരിക്കിൻ്റെ കൂടെ ഒരു സ്ട്രോയും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അല്ലാതെ കുടിക്കുന്നതാണ് ഇഷ്ടം. ഇളനീരും കുടിച്ച് അകത്തുള്ള കരിക്കും കഴിച്ചപ്പോൾ വയറ് ഫുള്ള്. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഒരു അരമണിക്കൂറിൽ വീടെത്തി. എവിടെ പോയാലും തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു കംഫർട്ട് സോൺ പോലെ. അത് എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെയാണോ? ഇതാണ് ഞങ്ങളുടെ വീട്. ഇദ്ദേഹവും ഈ വീട്ടിലൊരു അംഗമാണ്. പേര് ജൂലി. അപ്പോൾ ശരി എന്നാൽ.